മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയപ്പോൾ അന്ന് ഒറ്റപ്പെട്ടു പോയ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു ദൃശ്യമെന്ന് പറയുന്നത് ബെയിലി പാലത്തിനൊക്കെ മുൻപ് കയറിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിൻ്റെ ദൃശ്യമുണ്ടായിരുന്നു. നമുക്കൊക്കെ നെഞ്ചെടുപ്പോട് കൂടെ മാത്രമേ അത് കാണാൻ പറ്റിയിരുന്നുള്ളൂ. കാരണം കുത്തിയൊലിക്കുന്ന പുന്നപ്പുഴയ്ക്ക് മുകളിലൂടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ നിഖിൽ മല്ലിശ്ശേരി ഒരു കുഞ്ഞിനെയും നെഞ്ചിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. അന്ന് അവന് 3 മാസം മാത്രമേ പ്രായമുള്ളൂ. എനിക്കൊപ്പം ഉണ്ട് ആ കുഞ്ഞും ഉമ്മയും. 3 മാസം മാത്രം പ്രായമുള്ള ഒരാൾ ഇപ്പോൾ 1 വയസ്സും 3 മാസമായി അല്ലേ? അന്ന് നിങ്ങളെ അപ്പുറത്ത് ഒറ്റപ്പെട്ടു പോയതായിരുന്നു? ഒറ്റപ്പെട്ടു പോയി. നമുക്ക് മെയിൻ റോഡിലൂടെ ആയിരുന്നു ഉരുൾപൊട്ടി വന്നിരുന്നത്. നമ്മൾ ശരിക്കും അന്നും നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്നുള്ള ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. മെയിൻ റോഡാണ് പോയിട്ടുള്ളത്. അപ്പം പാലം വരുന്നതിന് മുമ്പ്, ബെയിലി വരുന്നതിന് മുന്നേ അവിടെ പാലം പോയിരിക്കുക. നമ്മൾ ഒരു ഷോട്ട് ഉണ്ട്, അതിൽ കൂടെ ഫയർഫോഴ്സ് സന്നദ്ധ സംഘടനകൾ നമ്മളെ മെയിൻ റോഡ് വരെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടന്നിട്ട് അവർ ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ കുറച്ച് മുന്നേ വരെ ജീപ്പ് സർവീസിൽ അവർ ഓരോരുത്തരെ ഓരോ ടീമായിട്ട് ഓരോ കുടുംബങ്ങളെ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ അതിൻ്റെ മുന്നിൽ നിർത്തുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്. കാലിന് പരിക്കേറ്റവരുണ്ട്, പ്രായമായവരുണ്ട്. അപ്പോൾ ആരെയാണ് അവർക്ക് മുന്നോട്ട് ഫസ്റ്റ് കടത്തി വിടണ്ടേന്ന് അറിയാത്ത കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ കയ്യിൽ മോനെ കണ്ടപ്പം അവർ ഫയർഫോഴ്സ് വിളിക്കുകയായിരുന്നു. അപ്പം എന്നോട് ആദ്യം ചോദിച്ചു, അമ്മയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അവനാകുമ്പോൾ സേഫായിട്ട് എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ അനങ്ങുമൊന്നും ചെയ്യൂല, അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മൊത്തത്തിൽ വിറച്ച് നിൽക്കുന്ന സമയം. പാലം പോകുന്നൊക്കെ നമ്മളപ്പോഴാണ് കാണുന്നത്. ഫോണിലേക്കൊന്നും നോക്കിയിട്ടില്ല, ഫുൾ ടെൻഷനും കാര്യങ്ങളായിട്ട്. അപ്പോഴാണ് നമ്മൾ അവിടുത്തെ കറക്റ്റ് പിക്ചർ മനസ്സിലാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു, എന്നാൽ ആദ്യം ഞങ്ങൾ അമ്മേനെ അങ്ങോട്ട് എത്തിക്കാം, എന്നിട്ട് മോനെ ബേക്കിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ നമ്മൾ ചെറിയ കൈക്കുഞ്ഞാണ്, അപ്പോൾ ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചു പോകുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പേടിയുണ്ട്. അതെന്താ വെച്ചാൽ അവന് അപ്പം എണീറ്റിട്ടുള്ളൂ. അതുവരെ ഉറങ്ങുന്ന ആള് അത് കറക്റ്റ് ടൈമിന് അവൻ എണീറ്റു. അപ്പോൾ എണീറ്റ് എനിക്ക് പാൽ കൊടുക്കാനുള്ള ടൈമും കൂടി കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ പാല് കൊടുത്തോട്ടെ എന്ന് വെച്ച് പറഞ്ഞു. റോപ്പിലൂടെ പോകുമ്പോൾ ചിലപ്പം പാല് ഛർദ്ദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ, പേരെനിക്ക് ഓർമ്മ, ലാസ്റ്റത്തെ ഡോക്ടറാ തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പാല് കൊടുക്കണ്ട, അങ്ങനെ പോകുന്ന സമയത്ത് അതിന് ബുദ്ധിമുട്ടുണ്ടായാലോ, ഞങ്ങൾ അവിടെ എത്തിയിട്ട് പാല് കൊടുക്കുക, അവന് കരിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇനി അവര് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു നെഞ്ചെടുപ്പ് ഉണ്ടായിരുന്നോ? നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ തൊട്ടു ബേക്കിൽ ഇവന് വരും എന്നാ വിചാരിച്ചത്. പക്ഷെ കുറച്ച് ഡിലേ, ചെറുതായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, കുറച്ച് ഡിലേ വന്നപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പം ഞാൻ വിചാരിക്കാം, മോന് വീണോ, എന്താ പറ്റിയേ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ നല്ല സേഫായിട്ട് എൻ്റെ കയ്യിൽ, കളക്ടറാണ്, വയനാട് കളക്ടറാണ്, മാഡാണ് എൻ്റെ കയ്യിൽ മോനെ കൊണ്ട് തന്നെ. ഈ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു അല്ലേ ആ ഉദ്യോഗസ്ഥൻ നിഖില്? സാറിനോടൊന്ന് നന്ദി എത്ര പറഞ്ഞാലും കടപ്പാട് പറഞ്ഞാൽ തീരൂല. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എത്ര പേരാ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായത്. ശരിക്കും അപ്പം നമുക്ക് ഫുൾ സങ്കടം ആണെങ്കിൽ പോലും നമുക്കൊരു സന്തോഷം എന്ന് പറയില്ലേ, അത്രയും പേരെ കടവ് നമുക്ക് സന്തോഷവും വരിക, സങ്കടവും വരിക, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. എൻ്റെ മോന് പേര് ഫൈസാൻ അലി. ഫൈസാനൊക്കെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെ എത്രമാത്രം അന്ന് വിഷമിച്ചിട്ടാണ് ആ ഒരു ദുരിതത്തെ അതിജീവിച്ചതെന്നുള്ളതാണ് കുറേ കാലം മനസ്സിലുണ്ടാകുന്ന ഒരു ദുരന്തം കൂടിയാണത്. ബബീഷ് കക്കോടിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 വയനാട്.